ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഗസ്റ്റ് ഒക്കെ വന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മിക്സ്ചർ, കട്ടാ മീട്ട മിക്സ്ചർ. അല്പം മധുരവും പുളിയും എരിവുമുള്ള മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കട്ടാ മീട്ട മിക്സ്ചറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിലിലേക്ക് ഒരു ചെറിയ കപ്പ് കാഷ്യൂനട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് ഇടുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ആവാനുള്ള ഓയിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഡ്രൈ ഫ്രൈയും ചെയ്യാം, പക്ഷെ പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടി ഞാൻ ലേശം ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. അതിലേക്ക് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിന്റെ ടേസ്റ്റും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്യാം. ഉണക്കമുന്തിരി ഫ്രൈ ആവുന്നവരെ നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത് ഏകദേശം ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യുന്നത് നമ്മൾ പൊട്ടിക്കടലയാണ്. ഒരു ചെറിയ കപ്പ് പൊട്ടിക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കുറച്ച് കുറച്ച് മതിയിട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഏതിന്റെയും ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ അതിനെയും നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. പൊട്ടുകടല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിലേക്കും ഞാൻ ലേശം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ പൊട്ടുകടലയിലേക്കൊക്കെ ഒരു ഉപ്പ് പിടിക്കും. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഒരു ചെറിയ കപ്പ് നിലക്കടലയാണ് ഇടുന്നത്. നിലക്കടല മാത്രം കുറച്ച് ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പൊട്ടുന്ന ഒരു സൗണ്ട് വരുന്നവരെ നിലക്കടല വറക്കണം. നിലക്കടലയുടെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വേവുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഉള്ളൊക്കെ വേവും. ഒന്ന് തണുത്താൽ മാത്രമേ നിലക്കടല കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പൊതുവെ. അപ്പൊ ഇത് ഏകദേശം ആവുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ലേശം ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. എല്ലാം കൂടി ഉപ്പ് കൂടുതലാവരുത്. ലൈറ്റ് ആയിട്ട് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. എരിവ് നമുക്ക് ഒന്നിച്ചിടുന്നതായിരിക്കും നല്ലത്. ഇത് ഏകദേശം റെഡി ആവുന്നുണ്ട്. ഇപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പൊട്ടിയിട്ടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നിലക്കടല വെന്തു. ഇതിനെയും നമ്മൾ പാത്രത്തേക്ക് മാറ്റാം. ഇനി കുറച്ച് കറിവേപ്പിന്റെ ഇലയാണ് വറുക്കുന്നത്. മിക്സറിൽ കറിവേപ്പിന്റെ ഇല വേണ്ടേ, അപ്പോൾ കറിവേപ്പിന്റെ ഇല വറുക്കുന്നുണ്ട്. അത് ലൈറ്റ് ആയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കുറച്ച്. അപ്പൊ വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഇതും ഏകദേശം കറിവേപ്പിന്റെ ഇലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് മാറ്റാം. ഇനി വറുക്കേണ്ടത് ഒരു 1.5 കപ്പ് അവിലാണ് വറുക്കുന്നത്. ഞാൻ തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. തിക്കായി അവിലായാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ടൈം എടുക്കും വറുക്കാൻ. ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തിന്നായിട്ടുള്ള അവില് നന്നായി ഫ്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇതും ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വറുക്കുന്നത്. ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, ഇല്ല എങ്കിൽ അടി പെട്ടെന്ന് കരിയും. ഇതൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായി ഫ്രൈ ആയി കിട്ടും. ചുവന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് മുമ്പുള്ളതിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് താന്ന് കിടക്കണം കട്ടാ മീട്ട മിക്സ്ചറിൽ. അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. എല്ലാ സാധനവും ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. ഇതിപ്പോ നന്നായി മിക്സ് ആവുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുള്ളൂ. എന്ത് പൊടികൾ ഇട്ടാലും ഇതില് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാം. അതിനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെയും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കട്ടാ മീട്ട മിക്സ്ചർ ആയതുകൊണ്ട് മധുരം വേണം. അതിനായിട്ട് 1 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡേർഡ് ഷുഗർ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും ലോ ആയിട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇനി വേണ്ടത്
1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി വേണം. ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ്, അതുകൊണ്ട് ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനെയും നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം പോരാ എങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് മധുരം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം. ഓഫ് ചെയ്തിട്ടാണെങ്കിലും പ്രോബ്ലം ഇല്ല. മധുരം ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എനിക്ക് മധുരം കുറവാണ്, അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഷുഗർ ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിനെ ഒന്ന് തണുത്ത പാത്രത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഖട്ടാ മീഠ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും മധുരവും പുളിയും എരിവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള മിക്സ്ചർ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മിക്സ്ചറാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.